ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി എന്ന സ്ഥലത്തേക്കാണ്. പൊന്മുടി ഇന്ത്യയിലെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങല ഗ്രാമപഞ്ചായത്തിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്ത് കുറച്ച് മുകളിലേക്ക് ചെന്നതിന് ശേഷം ഒരു ചെക്ക് പോയിൻ്റ് കൂടി ഉണ്ടാവും. അവിടെ നമ്മൾ ആ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ചെയ്യാതിരിക്കുക. ഞാൻ പോയിരുന്ന സമയം അതുവരെ നല്ല ക്ലൈമറ്റാണ്. രാവിലെയൊക്കെ നല്ല ക്ലൈമറ്റുള്ള സ്ഥലമായിരുന്നു. എങ്കിൽ കൂടിയും ഞാൻ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. എന്നിരുന്നാൽ പോലും നമുക്ക് ആ വെയിലിൻ്റെ കാഠിന്യം അറിയില്ല. കാരണം നല്ല തണുത്ത കാറ്റ് വീശുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ടിക്കറ്റ് കാണിക്കേണ്ടത്. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതിനുശേഷം കുറച്ചുകൂടെ മുകളിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒരു 22 അതിൽ കൂടുതൽ ഹെയർ പിൻ വളവുകൾ കയറിയാണ് നമ്മൾ പൊന്മുടിയിലേക്ക് എത്തുക. 10 കിലോമീറ്റേഴ്സ് തന്നെ വളവുകൾ മാത്രമായിട്ടുള്ളത് തന്നെ ഉണ്ട്. വിക്കിപീഡിയയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് 61 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി കടൽ നിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരെയാണ്. അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും തണുപ്പും മൂടൽമഞ്ഞും നിറഞ്ഞതാണ്. പൊന്മുടിയുടെ തൊട്ടടുത്തുള്ള ഒരു ടൗണാണ് വിദൂര. ഇവിടെ പോകുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളൊരു കുറച്ച് ഡിലേ വരുന്നൊരു പ്രോസസ്സ് ആയതുകൊണ്ട് ക്യാഷ് കയ്യിൽ കരുതാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പൊന്മുടിയുടെ മറ്റൊരു പേരാണ് ഗോൾഡൻ പീക്ക് അഥവാ സുവർണ കൊടുമുടി എന്ന്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ് പൊന്മുടി. പൊന്മുടിയിലെ സാധാരണ താപനില 18 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പൊന്മുടിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ട്സ് അവൈലബിൾ ആണ്. അതേപോലെ ട്രെക്കിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആകെ ആ 100 റുപ്പീസ് കൊടുക്കുന്ന ആ എമൗണ്ടിൽ തന്നെ നമുക്ക് മുകളിൽ പാർക്കിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിങ് നല്ല സ്ഥലമുള്ളതിനാൽ നമുക്ക് പാർക്കിങ്ങിൽ ഇട്ടിട്ട് പിന്നീട് ബുദ്ധിമുട്ട് വരിക അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. പിന്നെ ഏത് സമയത്ത് പോയാലും, അതിപ്പോൾ വേനൽക്കാലമായിക്കോട്ടെ മഴക്കാലമായിക്കോട്ടെ, ഏത് സമയത്ത് പോയാലും നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം ഏറ്റവും നല്ല ക്ലൈമറ്റുള്ളൊരു ടൈമാണ്, മഴക്കാലമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു 7 മണി 8 മണിയൊക്കെ സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉച്ച സമയത്ത് ഇതുപോലെ ആരും പോവാതെ ഇരിക്കുക. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന പൊന്മുടിയിലാണ്. ഇവിടെ നല്ല ക്ലൈമറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാണ്, പക്ഷേ ക്ലൈമറ്റ് ഒന്നും ഇല്ല. നല്ല കാറ്റുണ്ട്, കണ്ടില്ലേ? നല്ലൊരു ഫോട്ടോഷൂട്ടിനാണെങ്കിലും ഈവനിങ് സമയത്താണെങ്കിൽ പോലും നമുക്ക് അവിടെ നല്ല കാഴ്ചയാണ് പൊന്മുടി നമുക്ക് സമ്മാനിക്കുന്നത്. 100 രൂപയ്ക്ക് അത്രയും ദൂരം പോയതിൻ്റെ ഒരു വിഷമമൊന്നും നമുക്കുണ്ടാവില്ല. ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് പൊന്മുടി.